ഇപ്പൊ ഞാൻ ലക്ഷ്മിയെ കാണുന്നത് ചീരുവിന്റെ മക്കളിലൂടെ. അവര് ശരിക്കും ലക്ഷ്മിയുടെ പുനർജന്മം തന്നെയാണോ എന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട്. ലക്ഷ്മിയും പാർവതിയും ഇരട്ടകളായിരുന്നല്ലോ. അതെ അതെ, ചെന്നൈയിൽ വെച്ച് പാർവതിയെ കണ്ടപ്പോ പുള്ളിക്കാരത്തി അത് പ്രത്യേകം പറയുകയും ചെയ്തു. ലക്ഷ്മിയുടെ ചില മക്കളിൽ ചീരുവിനോടാണ് ഏറ്റവും ഇഷ്ടമെന്ന്. ചീരുവിന് ഇരട്ട പെൺകുട്ടികൾ ഉണ്ടായതാണ് അതിന് കാരണമെന്നും പറഞ്ഞു. ചീരുവിനെ പാർവതി ഏറ്റെടുത്തതും അതുകൊണ്ട് തന്നെയാണ് ദാസ്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് പാർവതി മുൻകൈയെടുത്ത് അവളെ കൊണ്ടുപോകും? ഇനി എന്റെ മകള് ചീരു തിരിച്ചു വരുന്നത് വരെ അവളുടെ മക്കളെ സ്നേഹം കൊടുത്ത് സംരക്ഷിക്കുകയാണ് എന്റെ ഡ്യൂട്ടി. അതിനുള്ള ആയുസ്സും ആരോഗ്യവും ദൈവം എനിക്ക് തരുമായിരിക്കും. അതിനകത്ത് ഒരു സംശയം വേണ്ട. ദൈവം അണ്ണനെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയല്ലേ? ആ, അണ്ണൻ മക്കളെയും കൂട്ടി ഒന്നും പറയാതെ ഇങ്ങ് പോന്നേല് അമ്പിളിയും രഘുവും ഇത്തിരി വിഷമത്തില്ല. അവരാണ് എന്നെ രാവിലെ തന്നെ അങ്ങോട്ട് വിട്ടത്. എനിക്ക് മനസ്സിലായി ദാസ്. ചീരുവിന്റെ മക്കൾ ആർക്കും ഒരു ബാധ്യത ആവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. വേറെ പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നും ഇല്ലാതെ കഴിയുന്ന എനിക്ക് മാത്രമേ അതിന് കഴിയൂന്ന് തോന്നുന്നു. അതാ ഞാൻ അവരെ അപ്പ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അത് അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല അണ്ണാ. അണ്ണനൊരു വാക്ക് പോലും പറയാമെന്നാണ് അവർക്ക് വിഷമമായത്. പറഞ്ഞാൽ ഉടനെ തന്നെ അവരെ സമ്മതിക്കണമെന്നില്ല ദാസ്. അവര് സമ്മതിച്ചില്ലെങ്കിലും ചീരുവിന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് കൊണ്ടുവരാം. അങ്ങനെ ഒരു മത്സരബുദ്ധി ആരുമായും വേണ്ടാന്ന് കരുതിയ ഞാൻ ചോദിക്കാതെയും പറയാതെയും ഇങ്ങോട്ട് വന്നത്. അവർക്കതിൽ ടെൻഷൻ തോന്നണമെങ്കിൽ ഉള്ളുകൊണ്ടെങ്കിലും ചീരുവിന്റെ മക്കൾ അവർക്കൊരു ബാധ്യതയാകില്ലേ എന്ന് തോന്നിക്കാണും. മനുഷ്യരല്ല അണ്ണ, ചില സാഹചര്യങ്ങളിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. അണ്ണന്റെ മോൾക്ക് തന്നെയാണ് കൂടുതൽ കുറ്റബോധം. എന്നാൽ അവളെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കില്ലെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അതൊക്കെ എനിക്കറിയാം. ചീരുവിന്റെ മക്കളെ അമ്പിളി പൊന്നുപോലെ നോക്കൂന്ന് എനിക്കറിയാം. അനിയത്തിമാർക്ക് വേണ്ടി പഠിപ്പ് വരെ മാറ്റിവെച്ചവളല്ലേ അവൾ. ഇനിയും അവളെ കഷ്ടപ്പെടുത്തുന്നത് ശരിയാണോ ദാസ്? അവളിനി അവളുടെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി മാത്രം ജീവിക്കട്ടെ ദാസ്. അച്ഛന്റെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ എന്ന് ദാസ് അവളോടൊന്ന് പറഞ്ഞേക്ക്. ശരിയാണ്.